Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഹലോ അങ്കമാലി. അങ്കമാലിക്കാർക്കിനി ഷൂസ് കഴുകി സമയം കളയണ്ട. ജൂട്ട ഷൂ ലോണ്ടറി ഇപ്പോൾ ഇതാ അങ്കമാലിയിലും. മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്തുള്ള KSEB റോഡില് ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിംഗിലാണ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ ഏത് വിധത്തിലുള്ള ഷൂസുകളുമെല്ലാം ക്ലീൻ ചെയ്ത് പുതിയതുപോലെ ആക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി. ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കൊടും ക്രിമിനലുകൾക്ക് സ്പോട്ടിൽ തന്നെ ശിക്ഷ നൽകാൻ നിലവിലെ നിയമ സംഹിതയിൽ വ്യവസ്ഥയില്ല. എന്നാൽ പോൾസ്കോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ടുഡേ എന്ന ഹ്രസ്വ ചിത്രത്തിൽ നായകനായ പോലീസ് ഓഫീസർ വില്ലനു നേരെ നിറയൊഴിച്ചപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം അത് സ്വീകരിച്ചു. കൊച്ചുകുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കുള്ള ജനവിധിയായി അങ്കമാലിക്കാരൻ പോൾ അച്ചിനിമാടൻ നിർമ്മിച്ച ഹ്രസ്വ ചിത്രം ടുഡേ. കൗമാരക്കാരായ പെൺകുട്ടികൾ അടക്കമുള്ള സ്ത്രീകൾ പലവിധ ക്രൂരതയ്ക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇരയാകുന്ന കാലമാണിത്. നിയമവ്യവസ്ഥയിലെ പഴുതുകളിലൂടെയും ഉന്നതതല ബന്ധങ്ങളിലൂടെയും കൊടും കുറ്റവാളികൾ പോലും രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം കാബാലികരെ നേരിൽ കിട്ടിയിരുന്നെങ്കിൽ സ്വയം ശിക്ഷ വിധിച്ചു നടപ്പിലാക്കാൻ സാധാരണക്കാർ ആഗ്രഹിച്ചു പോകുന്നത് ഇവിടെയാണ്. ഇതുതന്നെയാണ് ടുഡേ ഷോർട്ട് ഫിലിമിലെ പോലീസ് ഓഫീസർ ആദം ബെഞ്ചമിൻ ചെയ്തത്. സൈമൺ എന്ന വില്ലൻ കഥാപാത്രത്തിൽ നിന്ന് ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന വിൻസി, ദിയ എന്നീ പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ട നീതി ഇവിടെ പോലീസ് ഓഫീസറായ ആദം ബെഞ്ചമിൻ നേരിട്ട് നടപ്പിലാക്കുകയായിരുന്നു. അങ്കമാലി കരയാമ്പറമ്പ് സ്വദേശിയായ ഐസക് പോൾ ആദം ബെഞ്ചമിൻ എന്ന യുവ പോലീസ് ഓഫീസറെ പ്രേക്ഷക ഹൃദയങ്ങളിൽ വരച്ചുവച്ചു. അഭിനയ മികവുകൊണ്ടും ആകാര വടിവുകൊണ്ടും ശ്രദ്ധേയനാകുന്ന ഐസക് പോൾ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേണിൽ നിന്നുള്ള നടനും മോഡലും കൂടിയാണ്. 2024 റിലീസ് ചെയ്ത മനോരാജ്യം എന്ന മലയാള സിനിമയിൽ ഗോവിന്ദ് പത്മസൂര്യയ്ക്കൊപ്പം രണ്ടാമത്തെ പ്രധാന വേഷം ചെയ്തത് ഐസക് പോൾ ആയിരുന്നു. 2027 റിലീസ് ചെയ്യാനിരിക്കുന്ന 3 ഹോളിവുഡ് സിനിമകളിലും താരമാണ് അങ്കമാലിക്കാരൻ ഐസക് പോൾ. ഗോഡ്സില വേഴ്സസ് കോങ് സൂപ്പർനോവ, വോൾട്രോൺ, ബിയർ കൺട്രി എന്നിവയാണ് ഈ ഹോളിവുഡ് സിനിമകൾ. തോമസ് മാളക്കാരനാണ് ടുഡേയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത്. നിർമ്മാതാവായ പോൾ അച്ചിനിമാടൻ സിനിമയിലെ നായകൻ ഐസക് പോളിന്റെ പിതാവാണ്. അരുൺകുമാർ, ML ജസാദ്, സണ്ണി അങ്കമാലി, ബിജു പൈനാടത്ത്, ഷൈജു ലൂയിസ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. ഷൈനേന്ദു കൃഷ്ണ, അഞ്ജന എന്നീ ബാലതാരങ്ങൾ പെൺകുട്ടികളുടെ കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കി. സൈമൺ എന്ന വില്ലൻ കഥാപാത്രം ജെയിംസ് പാറക്കയിലൂടെ ജീവിക്കുക തന്നെയായിരുന്നു. നിമ്മി, ജൻസി, ജോസഫ് കാച്ചപ്പള്ളി, അരുൺ വി നന്ദൻ, CM ദേവസി എന്നിവരാണ് മറ്റു അഭിനേതാക്കൾ. ടുഡേയുടെ പ്രീവ്യൂ ഷോ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അങ്കമാലി മൈ സിനിമാസ് മാമാങ്കം തിയേറ്ററിൽ നടന്നു. റോജി M. ജോൺ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇതൊരു സിനിമയാണ്, ഒരു ആവിഷ്കാരമാണ്. അപ്പോൾ അത് സംവിധായകന്റെയും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററുടെയും ഒക്കെ സ്വാതന്ത്ര്യമാണ് അത് ഏത് രീതിയിലാണ് അതിനെ പ്രൊജക്ട് ചെയ്യാന്നുള്ളത്. പിന്നെ ഇത് പിന്നെ കാഴ്ചക്കാർക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് എടുക്കാം എന്നുള്ളതാണ്. ഇതിനോട് ഈ ഒരു രീതിയോട് യോജിക്കുന്ന ആളുകളുണ്ട്, ഈ ഒരു രീതിയോട് വിയോജിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, അപ് ടു ഈച്ച് വൺ ഓഫ് അസ് എങ്ങനെയാണ് അതിനെ എടുക്കുക എന്നുള്ളത്. പക്ഷെ എന്താ പറയുക, ഒരു മൂവി അതിനെ ആ രീതിയിൽ കാണുക, ആ രീതിയിൽ കാണുമ്പോൾ അത് ഭംഗിയായിട്ട് തന്നെ ചെയ്യുവാനായിട്ട് ഇതിന്റെ സംവിധായകനും അതുപോലെ തന്നെ അഭിനേതാക്കളും ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരും പുതിയതായിട്ട്, അല്ലെങ്കിൽ പല ആളുകളും എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സിനിമയൊക്കെ ആയിരിക്കും അല്ലേ ജോസേട്ടാ? ആദ്യമായിട്ടാണോ സിനിമ? നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലരെങ്കിലും അപ്പൊ എന്തായാലും പല ആളുകളും തുടക്കക്കാരൊക്കെ ആണെങ്കിലും എല്ലാവരും അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഇവിടെ എൽദോ തന്നെ സിനിമയിൽ എടുത്തോടാന്ന് പറയുന്ന പോലെ പല ആളുകളെയും സിനിമയിൽ എടുത്തു എന്ന് വേണമെങ്കിൽ പറയും. മാവേലിക്കൊന്ന് റോൾ കൊടുക്കാൻ മോശമായിട്ടോ.
അപ്പോ എന്തായാലും നല്ലൊരു സംരംഭമാണ്. പോൾസ്കോ പ്രൊഡക്ഷൻസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോ സിനിമ കുറെ കൂടിയൊക്കെ എന്താ പറയാ ജനകീയവൽക്കരിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു 25 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 25 വേണ്ട, എനിക്ക് തോന്നുന്നു ഒരു 15 കൊല്ലം മുമ്പൊക്കെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാധാരണക്കാരനെ ചിന്തിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അത് ഏതാനും ചില ആളുകൾക്ക് മാത്രം, അവരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒന്നായിരുന്നു സിനിമ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ സിനിമ നമുക്ക് ഈ കഴിവുള്ള ആർക്കും താല്പര്യമുള്ള ആർക്കും ഒരു സിനിമ ചെയ്യാൻ പറ്റും. അത് കുറെ കൂടി താഴെ തട്ടിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ആർട്ടിസ്റ്റുകൾക്ക് അവസരം കിട്ടുന്നു, കൂടുതൽ കലാകാരന്മാർക്ക്, ടെക്നീഷ്യൻസിനൊക്കെ അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനായിട്ടുള്ള അവസരങ്ങൾ കൈവരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ടെക്നോളജിയുടെ മാറ്റം കൊണ്ട് നമുക്ക് പഴയതുപോലെ വലിയൊരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒന്നുമില്ല. ഞങ്ങൾ ഇതിന്റെ കോസ്റ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. അത് അവര് തന്നെ പറയും, വളരെ ചുരുങ്ങിയ ചെലവില് നമുക്ക് ഇതുപോലൊരു സിനിമ എടുക്കാൻ സാധിക്കും എന്ന് ഉള്ള ഒരു തെളിവും കൂടിയാണിത്. അപ്പൊ ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാണ്. നമ്മുടെയൊക്കെ ഇടയിൽ പല ആളുകളും, അതുപോലെ തന്നെ നിരവധി കലാകാരന്മാരുണ്ട്. ആ കലാകാരന്മാർക്കൊക്കെ അവസരം ലഭിക്കാത്തതുകൊണ്ടാണ് അത് വളർന്നു വരാൻ സാധിക്കാതെ പോകുന്നത്. നമസ്കാരം. പ്രധാന വാർത്ത. ഗാന്ധിനഗറിലെ ജുവനൈൽ ഹോമിൽ നിന്ന് 2 പെൺകുട്ടികൾ ചാടിപ്പോയി. അതിതാര് ആദമച്ചൻ സാറോ? കുറ്റവാളികളല്ല ചാടിപ്പോയ 2 കുട്ടികളാ. ഞാൻ അവരുടെ കൂടെയാണ്. പെണ്ണിനെതിരെ ചാടിപ്പോയെന്ന് അവള് തത്ത പറയും പോലെ പറയും. അവരെന്തിന്റെ സാറാമ്മ ചാടിപ്പോയത്? എനിക്കറിയില്ല സാറേ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടോ? ഉണ്ട ചോറിന്റെ നന്ദി കാണിച്ചില്ലെങ്കിൽ തൊപ്പിയല്ല തല വരെ തെറിഞ്ഞു. എന്നെ വെറുതെ വിടാൻ പറ. പൂമാല മാറ്റി നോട്ടുമാല ഇടാം. കൊന്നുകളയാൻ. താനൊരു കാര്യം ചെയ്യും, നാളെ സ്റ്റേഷനിലോട്ട് വാ. എന്തിനാ സാറേ? എൻ്റെ കുഞ്ഞമ്മയുടെ മോളുടെ കാതൂത്ത ഉണ്ടിട്ടങ്ങ് പോവാം. നിങ്ങൾ വിഷമിക്കണ്ട, അവളെ ഞാൻ കൊണ്ടുവരും. അല്ലെങ്കിൽ എൻ്റെ പേര് ആദം ബെഞ്ചമിൻ എന്നല്ല. പോൾസ്കോ പ്രൊഡക്ഷൻസ് കമ്പനിയുടെ ഉദ്ഘാടനം മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ, കൗൺസിലർ ലേഖ മധു, കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പി, ഗ്രാമപഞ്ചായത്ത് അംഗം റോയി ഗോപുരത്തിങ്കൽ, നിക്സൺ മാവേലി തുടങ്ങിയവർ പ്രസംഗിച്ചു. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV Jacko Jewelers, Angamali.